ഇന്നത്തെ പുത്തൻപുലരി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഭാഗ്യം നിറഞ്ഞതായി നമ്മൾ കണക്കാക്കുകയാണ്. കാരണം ഒരു വർഷത്തിന്റെ തുടക്കം 2026 തുടക്കമാണ്. ഏതാണ്ട് 2 ആഴ്ച മാത്രമേ ഒരു വർഷം തുടങ്ങിയിട്ടാകുന്നുള്ളൂ. ആ ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ നമ്മുടെ ഈ വർഷത്തെ പുറത്തു നിന്നുള്ള ആദ്യത്തെ പുത്തൻപുലരി അത് ശബരീശ സന്നിധിയിൽ നിന്ന് തന്നെയാണ്. ഭഗവാന്റെ മുന്നിൽ നിന്ന് സർവ്വതും എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കോടാനുകോടി തീർത്ഥാടകരാണ് ഓരോ തീർത്ഥാടന കാലത്ത് ഓരോ വർഷവും ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന. പ്രതിസന്ധികൾ ഒരുപാട് നേരിടുന്നുണ്ട്. പ്രതിസന്ധികൾ വീണ്ടും വീണ്ടും ഓരോ സമയങ്ങളിലും എത്തുന്നു. അത് ഓരോ രൂപത്തിലാണ് എന്ന് മാത്രമാണ്. ഈ തവണയും മണ്ഡലകാലം തുടങ്ങിയപ്പോൾ ഉണ്ടായ ആ പ്രതിസന്ധികൾ. പക്ഷേ ഭഗവാനിലേക്കുള്ള ഒരു വിശ്വാസം, ഭഗവാന് മുന്നിൽ സർവ്വതും സമർപ്പിക്കുന്ന ഒരു ഭക്തജന സമൂഹമാണ്. അത് മലയാളികൾ മാത്രമല്ല, അന്യദേശങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന തീർത്ഥാടകർ. അവർക്ക് ഭഗവാനല്ലാതെ മറ്റ് കൺകണ്ട ദൈവമാണ്, കലിയുഗ വരദനാണ്. ഭഗവാന്റെ മുന്നിലേക്ക് ആ ഒരു 1-2 സെക്കൻഡ് ആയിരിക്കും ഈ തിരക്കുള്ള സമയങ്ങളിൽ ഭഗവാൻ ആ ഒരു ദിവ്യമായ ദർശനത്തിന് വേണ്ടിയാണ് 41 ദിവസത്തെ നോമ്പെടുത്ത. അവിടെ നിന്ന് തന്നെയാണ് നമ്മളുടെ ഈ പുത്തൻപുലരി ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജനൻ ടിവിയുടെ ചരിത്രത്തിൽ ശബരിമലയ്ക്കുള്ള സവിശേഷത, പ്രത്യേകത, കാരണം ജനൻ ടിവിയുടെ തുടക്കം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടതാണല്ലോ. കാരണം തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വളരെ വിപുലമായ ഒരു കവറേജ്, അത് തുടക്കം മുതൽ സന്നിധാനത്ത് എത്തുന്നത് വരെ എങ്ങനെ ഒരു കവറേജ് കൊടുക്കാം എന്നതിനെ പറ്റിയുള്ള ദേശീയ നേതാക്കളുടെ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരുടെയൊക്കെ ചിന്തയിൽ നിന്നാണ് ജനൻ ടിവിയുടെ തുടക്കം. പിന്നീട് ഈ ചാനലിന്റെ ഒരു വളർച്ചയിൽ ശബരിമല പ്രക്ഷോഭം അത് സുപ്രധാനമാണ്. ഈ ശബരിമലയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഓരോ വെല്ലുവിളികളും അത് കൃത്യമായി തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു മാധ്യമ സ്ഥാപനം തന്നെയാണ്. നമ്മൾ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും അതിനെ കൃത്യമായി തന്നെ ഒരു സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും അത് കൃത്യമായി തന്നെ ആ പ്രതിസന്ധികളെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് അത് കൃത്യമായി തന്നെ അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് അതിൽ നടപടിയെടുക്കാൻ കഴിയുന്നത്. അത് 2018 യുവതീ പ്രവേശന വിഷയത്തിൽ തുടങ്ങി ഇപ്പോഴും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അതിനെ കൃത്യമായി ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഉറപ്പായിട്ടും അത് തന്നെയാണ്. 2018 ശബരിമലയിൽ ആചാര ലംഘനത്തിന് ഭരണകൂടം തുരിയുന്ന സമയത്ത് അന്ന് അതിനെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്ന മാധ്യമ സ്ഥാപനമാണ്. അരുൺജി പറഞ്ഞതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ആദ്യ അപ്ഡേഷൻ, അതായത് ആദ്യത്തെ വാർത്ത തന്നെ നമ്മുടെ മിഥുൻ മുരളിയാണ് നൽകുന്നത്. ആറന്മുള വള്ളംകളി നടക്കുന്ന സമയത്താണ് ദ്വാരപാലക ശില്പങ്ങൾ പ്രശ്നങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ബ്രേക്കിംഗ് നമ്മുടെ റിപ്പോർട്ടർ മിഥുൻ നൽകുന്നത്. എന്തായാലും യെസ്, നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകണം. അതായത് ഈ മകരജ്യോതി ശബരിമല മാത്രമല്ല ഈ തിരക്ക്, വരുന്ന വഴികളിലൊക്കെ തന്നെയും ഭക്തർ അങ്ങ് ദിവസങ്ങൾക്ക് മുമ്പേ എത്തി മകരവിളക്കും മകരജ്യോതിയും കാണാവുന്ന എല്ലാ ഇടങ്ങളിലും ഭക്തരെ കൊണ്ട് നിറഞ്ഞു. അതായത് ശബരിമല ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ് പൊന്നമ്പലമേട് എന്ന് പറയുന്നത്. പൊന്നമ്പലമേട്ടിൽ ഇന്ന് വൈകിട്ട് ദീപാരാധന നടക്കുന്നു. അപ്പോൾ ഈ ദീപാരാധന ഞങ്ങളിൽ നിൽക്കുന്ന സോപാനത്ത് നിന്നാൽ മാത്രമല്ല കാണാൻ കഴിയുന്നത് എന്നത് ഭക്തർക്ക് അറിയാവുന്നതാണ്. താഴത്തെ മുറ്റത്ത്, അതോടൊപ്പം തന്നെ പമ്പയിൽ, അതുപോലെ തന്നെ പുല്ലുമേട് പോലെയുള്ള ഈ പൂങ്കാവനത്തിന്റെ വിവിധ ഭാഗങ്ങൾ, 18ഓളം മലകൾ നിറഞ്ഞതാണ് ശബരിമല പൂങ്കാവനം, അയ്യപ്പന്റെ പൂങ്കാവനം. അപ്പോൾ അതിൽ 8ഓളം സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ മകരജ്യോതി കാണാൻ സാധിക്കുമെന്നത് ഈ ഘട്ടത്തിൽ ഓർക്കണം. അതിനാൽ നമുക്ക് നിലയ്ക്കലിലേക്ക് പോയാലോ, അവിടെ ഗോകുൽ തയ്യാറാണ് തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് സ്റ്റേഷനാണ് നിലയ്ക്കലിൽ. ഗോകുൽ രമേശ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഈ നിലയ്ക്കൽ എന്ന് പറയുമ്പോൾ ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് സ്റ്റേഷനാണ്. ഭക്തർക്ക് നിയന്ത്രണങ്ങൾ വലിയ തോതിൽ തുടങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ നിലയ്ക്കലിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര വരാൻ പോകുന്നു. ഇന്നലെ 2ാം ദിവസം ലാഹയിലെ ഫോറസ്റ്റിന്റെ സത്രത്തിൽ, അവിടെയാണല്ലോ തിരുവാഭരണ ഘോഷയാത്രയുടെ 2ാം ദിവസം രാത്രി വിശ്രമം ഏർപ്പെടുത്തുന്നത്. അതിനുശേഷം പുലർച്ചെ തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചു. മറ്റ് അപ്ഡേഷൻസ് പറയൂ ഗോകുൽ. ഗൗതം, നിലയ്ക്കൽ എത്തിയിട്ടില്ല. നിലയ്ക്കലിന് തൊട്ട് മുമ്പ് ഇലവുങ്കലാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ ഘോഷയാത്ര ഇലവുങ്കലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. രാവിലെ വനം വകുപ്പിന്റെ സത്രത്തിൽ നിന്നും ആരംഭിച്ച യാത്ര തിരുവാഭരണ ഘോഷയാത്ര മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സേഫ്റ്റി പദ്ധതിയുടെ കേന്ദ്രമുണ്ട്. അവിടെയാണ് തിരുവാഭരണം
ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ തിരുവാഭരണങ്ങൾ ഇവിടെ നിന്നുള്ള യാത്രയും പുറപ്പെടും. ഒരു അരമണിക്കൂർ മുമ്പാണ് ഇലവുങ്കലിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിയത്. ഇവിടെ നൂറുകണക്കിന് തീർത്ഥാടകർ ഈ ഇലവുങ്കലിൽ പോലും ഈ തിരുവാഭരണ പേടകങ്ങൾ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അത് കടന്നു വന്ന പാതയിലൊക്കെ തന്നെ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തിരുവാഭരണ ഘോഷയാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇലവുങ്കലിലെത്തി. ഇലവുങ്കലിൽ നിന്നും തിരുവാഭരണ പേടകങ്ങൾ വീണ്ടും ശിരസിലേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം അത് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഈ തിരുവാഭരണങ്ങൾ വീണ്ടും തീർത്ഥാടകർക്ക് കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് തിരുവാഭരണ ഘോഷയാത്ര അവസാന ദിവസത്തെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. പുലർച്ചെ 2 മണിക്ക് ലാഹ സത്രത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ഇന്ന് വൈകിട്ട് ഈ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. കഴിഞ്ഞാൽ ആട്ടത്തോടിന് ശേഷം പിന്നെ കാനനപാത ശബരിമല ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര മുന്നോട്ട് പോവുക. വൈകുന്നേരം 5 മണിയോടുകൂടി ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. തുടർന്ന് പരമായിട്ടുള്ള സ്വീകരണം ദേവസ്വം ബോർഡ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നൽകുകയും ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് തിരുവാഭരണ പേടകങ്ങളെ ആനയിക്കും. തുടർന്ന് തിരുവാഭരണ പേടകങ്ങൾ 18ാം പടി കയറി കൊടിമര ചുവട്ടിലെത്തും. അവിടെ ദേവസ്വം ബോർഡ് വീണ്ടും ആചാരപരമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം നൽകും. തുടർന്ന് 1ാമത്തെ പേടകം മാത്രം സോപാനപ്പടി കടന്ന് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് അതിനുള്ളിലുള്ള അയ്യപ്പന്റെ തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിക്കൊണ്ട് ദീപാരാധനയ്ക്കായിട്ട് നടയടയ്ക്കും. നട തുറക്കുന്നത് ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരജ്യോതി ദർശനം സാധ്യമാകുന്നത്. മകരനക്ഷത്രം ആകാശത്ത് തെളിയുകയും ഒക്കെ ചെയ്യുന്നത് ആ സമയത്ത് തന്നെയാണ്. എന്തായാലും ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഭക്തലക്ഷങ്ങൾ അങ്ങനെ കണ്ണിമ ചെമ്മാതെ കാത്തു നിൽക്കുകയാണ്. ദിവസങ്ങൾ മുന്നേ തന്നെ ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പർണശാലകൾ കെട്ടി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുണ്ട്. ആയിരക്കണക്കിന് 10,000-കണക്കിന് തീർത്ഥാടകർ വിവിധ കേന്ദ്രങ്ങളിൽ മകര ദർശനം കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് ദിവസങ്ങൾക്ക് മുന്നേ മുതൽ തന്നെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തിയിലേക്ക് അല്ലെങ്കിൽ മണ്ഡല മകരവിളക്ക് കാലത്തിൻ്റെയൊക്കെ ഒരു അവസാന നിമിഷങ്ങളിലേക്ക് ശബരിമല മാറുകയാണ്. ഭക്തജന നിബിഡമായിട്ട് ശബരിമലയും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിലയ്ക്കലൊക്കെ തന്നെ തീർത്ഥാടകർ വന്ന് പർണശാലകൾ കെട്ടി തമ്പടിച്ച് ഇരിക്കുകയാണ്. എന്തായാലും ഈ തിരുവാഭരണ ഘോഷയാത്ര അങ്ങോട്ടേക്ക് എത്തുന്ന ആ ഒരു അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഘോഷയാത്ര അതായത് കഴിഞ്ഞ ദിവസം പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണപ്പരുന്തിന്റെ ദൃശ്യം ആകാശത്ത് ശ്രീകൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്ന ആ നിമിഷം ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയാണ്. അത് വിവിധ ദിവസങ്ങൾ അല്ലെങ്കിൽ പിന്നിട്ടുമ്പോൾ 3ാമത്തെ ദിവസം അവസാന ദിവസത്തെ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് രാജപ്രതിനിധിയായിട്ടുള്ള പന്തളത്തിന്റെ രാജപ്രതിനിധിയായിട്ടുള്ള പുണർതന്നാൾ നാരായണവർമ്മയാണ്. അദ്ദേഹമാണ് ആചാരപരമായി ഉടവാള് ഏന്തിക്കൊണ്ട് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായിട്ട് ശബരിമലയിലേക്ക് നാരായണവർമ്മയാണ്. അദ്ദേഹം ഇതിനെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം 100കണക്കിന് തീർത്ഥാടകർ അയ്യപ്പ വിശ്വാസികൾ ഈ തിരുവാഭരണ പേടകങ്ങളെ അനുഗമിച്ചുകൊണ്ട് ശബരിമല ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ട് കൃത്യമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ട്. ഇനി എന്തായാലും പ്രധാനമായിട്ടും കാനനപാതയിലൂടെ വൈകുന്നേരം 5:30 മണിയോടുകൂടി 6:30 മണിയോട് അയ്യപ്പന വരുന്ന 19 ദിവസങ്ങളിൽ ഈ തിരുവാഭരണങ്ങൾ ദർശനം ഉണ്ടാകും. ശബരിമലയിൽ ഇനി അതായത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഗോകുലിനെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഭാഗ്യം നിറഞ്ഞ ഒരു മണ്ഡലകാലമാണ്. കാരണം തിരുവാഭരണ പേടകങ്ങൾ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുമ്പോൾ അതിനൊപ്പം ഗോകുലുണ്ട്. ഇന്നിപ്പോൾ 3ാം ദിവസം യാത്ര തുടങ്ങുന്നു. പാതയിലൂടെ തന്നെ അതെ. ഇന്നിപ്പോൾ കാനന പാതയിലൂടെയുള്ള യാത്രയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാം അയ്യപ്പൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പന്തളത്ത് നിന്നും ഈ ശബരിമല ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്ത പാതയാണ് പരമ്പരാഗത തിരുവാഭരണ പാത. ആ പാതയിലൂടെയാണ് തിരുവാഭരണ പേടകങ്ങൾ ശബരിമല സന്നിധാനം ലക്ഷ്യമിട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്.